ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പുൽക്കൂടും അതുപോലെ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ ഞാൻ ഒന്ന് എല്ലാവർക്കറിയാം വ്ളോഗിൻ്റെ തൃശ്ശൂരിൽ 4 ദിവസം തന്നെ രാത്രിയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് എഡിപ്പിടിനായിരുന്നു. അപ്പോൾ ഇതാണ് ഔട്ട്ലുക്ക് എന്ന് പറഞ്ഞാൽ ഔട്ട് സൈഡ് ഞാൻ കുറച്ച് ലേറ്റ് ഫിറ്റ് ചെയ്തിരുന്നു ഞാൻ എൻ്റെ അമ്മയും കൂട്ടിയിട്ട്. അപ്പോൾ നമ്മളാണ് ആദ്യം തന്നെ നമുക്കൊരു ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യണം. അപ്പോൾ ക്രിസ്മസ് ട്രീ നമ്മൾ മുന്നത്തെ ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നു അത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് സെറ്റ് ചെയ്തിട്ട് കാണിച്ചത്. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തു കേട്ടോ ക്രിസ്മസ് ട്രീ ഒക്കെ ഫിറ്റ് ചെയ്തു. അത്യാവശ്യം പാടുണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്തിരിക്കും ഗൈസ്. അതാണ് ഞാൻ അതിനുശേഷം ഞാൻ കുറച്ച് സാധനങ്ങൾ വേണ്ടി ഞാൻ എൻ്റെ അമ്മ ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം കാണിച്ച സാധനം ഞാൻ ലാസ്റ്റിലൊക്കെ കാണിച്ചു തരാം, പക്ഷെ മറക്കുന്നുണ്ട് ലാസ്റ്റ് കാണിക്കാൻ. പക്ഷെ എൻ്റെ ഫോട്ടോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ സാധനം സെറ്റ് ചെയ്യാം. ആദ്യം തന്നെ ക്രിസ്മസ് ബോൾസ് ഒക്കെ സെറ്റ് വാങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി അത് മേടിച്ചു. നമുക്കതൊക്കെ സെറ്റ് ചെയ്താലോ എന്നൊക്കെ ഉണ്ടാക്കും. ഷൂ ഇതാണ് എൻ്റെ മാജിക്. ഞാൻ അടുത്തതും കൂടി നമുക്ക് തീ പോലത്തെ ഞാൻ ഓരോ സാധനം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം കുറേ അപ്പൂമാരനെ കിട്ടി. മിനി അപ്പൂമാർ ഞാൻ ഇഷ്ടപ്പെട്ടു. കളർഫുള്ളാണ്, ഭയങ്കര യൂണീക്നെസ് ആയതും അതും കൂടി ഫിറ്റ് ചെയ്യിപ്പിച്ചു ഗായ്സ്. എങ്ങനെയുണ്ട് കാണാനൊക്കെ. ഇനി അടുത്തതും കൂടി നമുക്ക് ഫിറ്റ് ചെയ്യും. സ്റ്റാറായിരുന്നു. സ്റ്റാർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് പണി തന്നുകൊണ്ട് കണ്ട 3 സ്റ്റാർ നമുക്ക് പണി തന്നാൽ ഒരു എന്നിട്ട് പപ്പടക്കം വെച്ച് കുത്തി ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്തു. അങ്ങനെ ചെയ്തിരിക്കും ഗായ്സ്. അപ്പോൾ എല്ലാം അങ്ങനെ ഫിറ്റ് ചെയ്യിപ്പിച്ചു. അപ്പോൾ എങ്ങനെയുണ്ട്. അതിനുശേഷം ഞാൻ ക്യൂട്ട്നെസ് ആയിരിക്കും നല്ല പൂപ്പനെ കണ്ടു ദിവസം അറിയോ വർഷമിട്ടിട്ട് 4 വന്നിട്ട് അതും കൂടി ഫിറ്റ് ചെയ്യിപ്പിച്ചു. നല്ല ക്യൂട്ടായിരുന്നു, ഭയങ്കര സാധനമായിരുന്നു. അത് ഫിറ്റ് വലിയ പൂപ്പനുണ്ട് മേലെ ഫിറ്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ വലിയ പൂപ്പനെ പൊട്ടിച്ചു. അതിനുശേഷം നല്ല ക്യൂട്ടായിരിക്കും പൂപ്പനായിരുന്നു അതിന് മേലെ ഫിറ്റ് ചെയ്തു. ലുക്ക് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിനുശേഷം നമുക്ക് അതിൻ്റെ മേലെ എന്തെങ്കിലും ഞാത്തിടാൻ വേണ്ടി ഞാരെന്ന് പറയും ആ ഐറ്റം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ കളർ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് ഫിറ്റ് ചെയ്ത് ഇനി മേരി ക്രിസ്മസ് കൂടി വേണമെങ്കിൽ എന്താണ് ഇതിൻ്റെ ഫിനിഷിംഗ് ഇല്ല അതും കൂടി വെച്ചു. ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഞാൻ ലൈറ്റും കൂടി ഫിറ്റ് ചെയ്തിട്ട് കാണിച്ചു തന്നെ ഗായ്സ്. 1 2 3 4 5 എങ്ങനെയുണ്ട് ലൈറ്റ് ഫിറ്റ് ചെയ്തപ്പോൾ സോ അമേസിങ് അല്ലേ. എൻ്റെ കഴിവേ എൻ്റെ അമ്മയുടെ കഴിവുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ. അതിനുശേഷം ഞാൻ ടേബിളിൻ്റെ മേലെ ചവിട്ടി വെച്ചു കൊടുക്കും. ടേബിളിൽ കുറച്ച് പോകണം, ടേബിൾ പെയിൻ്റ് ഒക്കെ അടിച്ച ടേബിളാണ്. അതിൻ്റെ മേലെ നമുക്ക് ഫിറ്റ് ചെയ്യിപ്പിക്കും. അതിന് തന്നെ ഞാൻ എൻ്റെ ഇത് കണ്ട് ഇത് ഞാൻ മുന്നത്തെ ക്രിസ്മസിന് വേർഡ് സാധനമായിരുന്നു. നമുക്ക് കൊട്ടാരം എന്ന് പറയുന്നത് ഷഡ് പോലെ വേണമല്ലോ നമുക്ക് പുൽക്കൂടുണ്ടാക്കാൻ. അതിൻ്റെ മേലെ ഇതും വെച്ചു. അതിനുശേഷം ലൈറ്റാണ് എൻ്റെ ഉള്ളിലുള്ളത്. ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ട് അതിൻ്റെ മേലെ ഞാൻ വിചാരിച്ചു ഇത് കുറച്ച് ചകിരി ഇപ്പോൾ സാധനങ്ങളൊക്കെ അതൊക്കെ ഇടാൻ ഒരു സാധനം ഇല്ലായിരുന്നു ഗൈസ്. നമ്മൾ എന്ത് ചെയ്യും അടുത്ത ടെക്നിക്ക് നമ്മൾ ആലോചിച്ചു. അപ്പോൾ നമുക്ക് കിട്ടി എന്ത് പിന്നെ എൻ്റെ എൻ്റെ പുറത്തൊക്കെ ഫിറ്റ് ചെയ്യിപ്പിച്ചിട്ടാൽ കുറച്ചുകൂടി അപ്പോൾ നമ്മൾ ഓവറാവണം എല്ലാം തന്നെ നമ്മൾ ഓവറാവണം. പക്ഷേ ഉള്ളിൽ ഞാൻ എൻ്റെ സാരി അമ്മയുടെ പഴയ സാരിയും വെട്ടി വെച്ചു. അതിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ എല്ലാം ഫിറ്റ് ചെയ്യിപ്പിച്ചു. അതിനുശേഷം ഇങ്ങനത്തെ നമ്മൾ ഇംഗ്ലീഷുകാരുടെ ഡോറിൻ്റെ പുറത്താണ് അറിയില്ലേ ഞാനത് അവിടെ വിട്ട് ഫിറ്റ് ചെയ്യിപ്പിച്ചു. അവർക്ക് അങ്ങനെ ചോദിക്കണം, നമുക്കും വേണം എൻ്റെ അവകാശമൊക്കെ. അത് മേടിച്ചു. അതിലേക്ക് എൻ്റെ തലയിലും ലൈറ്റ് കയ്യിലും ലൈറ്റ് എല്ലാ ലൈറ്റ് വെച്ച് അലങ്കരിച്ചു ഗായ്സ്. ഇനി ഇത് നമുക്ക് ഫോട്ടോഷൂട്ട് ആയിടും. നിങ്ങൾക്ക് ഈ സാധനം കാണിച്ചില്ല. ഇത് ഞാൻ എന്ത് ചെയ്തു ഇതിൻ്റെ മേലെ ഇൻസ്ട്രക്ഷൻ അത് വെച്ചിട്ട് ഫിറ്റ് ചെയ്യിപ്പിച്ചു. കാരണം എൻ്റെ ഇത് വീഡിയോ എടുത്തില്ല, പിന്നെ എടുക്കാനും പാടായിരുന്നു. അപ്പോൾ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് ഗായ്സ് എല്ലാവരും കമൻറ്റ് ചെയ്യണ്ട. കഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് ഒന്ന് ചെയ്ത് കമൻറ്റ് ഒന്നുമില്ല പറയുമ്പോൾ എനിക്ക് എത്ര വിഷമമാണെന്ന് പറയും. എനിക്കും എന്തെങ്കിലും കാണാൻ ലുക്കുണ്ട് ഫിൽറ്റർ ആട്ടാ സ്നാപ്പാണ് ഇതൊക്കെ ഇട്ട് മിക്കൊന്നും ചെയ്യാത്തൊരു മൊബൈലും. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമൻറ്റ് അടിക്കാൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും. ടാറ്റാ ബൈ ബൈ.